ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? കം ഓൺ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാനങ്ങനെ ക്രീമൊന്നും വാരി പൊത്തുന്ന ആളേ അല്ല. പിന്നെ എന്തിനാണ് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നതെന്നായിരിക്കും മുന്നിൽ ആലോചിക്കുന്നത്. ചുമ്മാ ബട്ട് ഓക്കെ. അപ്പം എങ്ങനെ ഫസ്റ്റ് എങ്ങനെയാണ് ഞാനെങ്ങനെ എനിക്ക് ഒന്നാമത് പിമ്പിൾസ് ഉണ്ട്. കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിമ്പിൾസ് ശരിക്കുണ്ട്. അപ്പോൾ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഫേസ് പാക്ക് ചെയ്തായിരുന്നു. അപ്പം ബൂസ്റ്റും പ്ലസ് തൈരും, അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പൗഡർ. എല്ലാവരും സ്വാഭാവികമായിട്ട് പൗഡർ അപ്പം എനിക്ക് പിന്നെ ഈ പൗഡർ എൻ്റെ മുഖത്തിന് ചേർത്തു കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഈ പൗഡർ ഇഷ്ടം. അതെന്തായിട്ടുണ്ടാകും കണ്ടാം. എവിടെയാ പോകുന്നതെന്ന് ലാസ്റ്റ് നമുക്ക് കണ്ടറിയാം. കണ്ടൊന്നും അറിയത്തില്ല, പറഞ്ഞു തരും. ഇതിലേക്ക് എൻ്റെ കണ്ണാടി എടുത്തില്ല ഗൈസ്. മസ്കാര. നിങ്ങൾ വിചാരിക്കുന്നത് ലിപ്സ്റ്റിക്ക് അടിക്കുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ നാളല്ല, മസ്കാരയാണ്. ഡാസ്ലേൻ്റെ പടമൊക്കെ പോയ മസ്കാര. സൂപ്പറല്ലേ? കുറച്ച് ഇങ്ങനെയൊക്കെയുണ്ട് കണ്ടാലും. ഇനിയും ഉണ്ടാകും. നമ്മുടെ ലാസ്റ്റ് ഇനി നമ്മുടെ ലിപ്പ. ഇതെൻ്റെ ബ്രദർ ഉപയോഗിക്കുന്നതാണ്. ടാറ്റം പോകുമ്പോൾ ഒരു പട്ടായ ഗൈസ്. തിരിച്ചളയും. എന്നിട്ട് 16 രൂപ ആയ ലിപ് ലൈനർ 15 രൂപയ്ക്ക് ഡിസ്കൗണ്ട് എന്ന് സൂപ്പർ മാർക്കറ്റിൽ ലിപ് ലൈനർ ഉപയോഗിക്കുന്നതല്ല ഗൈസ്, തെറ്റിപ്പോയി. നമ്മുടെ ഹെയർ അതാണ് ഒരു ഒന്നാന്തരം വരവ്. വയർക്കെട്ടൊക്കെ വെട്ടിയത് കുറച്ച് ഗമയുടെയൊക്കെ നമുക്ക് പോണി ടൈലിട്ടല്ലേ എന്തെങ്കിലും കെട്ടാ. വിചാരിക്കും ഞാൻ എന്തോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. വേറെ അറിയില്ല, ഫ്രെയിമിനകത്ത് ആരെങ്കിലും കയറി വന്നാലേ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരിയല്ലേ?